എരുമേലി പഞ്ചായത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പഞ്ചോണം പഞ്ചതീർത്ഥം എന്ന പേരിൽ പ്രശസ്തമായ കാവാണിവിടം. പഞ്ചതീർത്ഥം എന്ന പേരിന്റെ അർത്ഥം 5 പുണ്യനദികൾ എന്നാണ്. രാഷ്ട്രീയ വനവാസകാലത്ത് പ്രശസ്തരായ 5 സഹോദരന്മാരെ പഞ്ചപാണ്ഡവർ സേവിക്കുന്നതിനായാണ് ഈ അരുവി നിർമ്മിച്ചതെന്ന് ഐതിഹ്യം. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ശ്രീ ജയചന്ദ്ര രാജ് കേരളത്തിലെ പ്രശസ്ത ജ്യോതിഷികളിൽ ഒരാളാണ്. പൂവൻപാറ മലയുടെ ജ്യോതിഷ് പ്രാധാന്യം മനസ്സിലാക്കിയതിനാൽ ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആളുകളെ ആ ക്ഷേത്രത്തിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. അവിടെ പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഒടുവിൽ ശ്രീ ജയചന്ദ്ര രാജ് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനകൾക്കും സ്വന്തം ഭക്തരുടെ ജ്യോതിഷ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും അവിടെ പോകാൻ തുടങ്ങി. വെള്ളിയാഴ്ച പതിവ് പൂജകൾ നടത്തുന്നതിനായി സംഘം ക്ഷേത്രത്തിൽ ഒത്തുകൂടി. തുടർന്ന് ജ്യോതിഷ് പ്രശ്നവും നടത്തി. സാധാരണയായി രാശി വിളക്കിൽ 12 വിളക്കുകൾ കത്തിച്ച് പ്രശ്നം നടത്തുന്നു. ഈ ദിവസം എണ്ണ കത്തിച്ച ഈ വിളക്കിന് ചുറ്റും കൂടിയിരിക്കുന്ന ആരെയും ഉപദ്രവിക്കും. രാശി വിളക്കിൽ നിന്ന് തീജ്വാലകൾ ഒരു ഉറവ പോലെ ഉയർന്നുവന്ന് ഒരു ഉറവയിലെന്ന പോലെ താഴേക്ക് വന്നു. ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം അറിയാൻ മുഴുവൻ പ്രേക്ഷകരും ആകാംക്ഷാഭരിതരായിരുന്നു. പ്രശ്ന ജ്യോതിഷ മൂലകാരണ വിശകലനം വേളയിൽ ശ്രീ ജയചന്ദ്ര രാജ് ഈ ക്ഷേത്രത്തിൽ നിന്ന് 120 ഡിഗ്രി തെക്ക് കിഴക്ക് ദിശയിൽ 6 യോജന അരിയൽ അകലെ 1.5 കിലോമീറ്റർ ദേവി ആദിപരാശക്തിയുടെ സാന്നിധ്യം പ്രഖ്യാപിച്ചു. 5 വ്യത്യസ്ത 3 വെള്ളച്ചാട്ടങ്ങളുടെ സംഗമസ്ഥാനം ശ്രീ ജയചന്ദ്ര രാജിന് കാണാൻ കഴിഞ്ഞു. 1.5 ഫർലോങ് നദിയുടെ വടക്ക് ഭാഗത്ത് ഒരു വലിയ ആൽമരത്തെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചു. ഈ സ്ഥലത്ത് ആദിപരാശക്തി ദേവിയുടെ സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു. പൂവൻപാറ മലയിൽ രാശി വിളക്ക്. ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഒരു ക്ഷേത്രം പണിത് ഈ ദേവനെ ആരാധിക്കുക എന്നതായിരുന്നു. പൂവൻപാറ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ പ്രഭാകരൻ മുഴുവൻ കഥയും നിഷേധിച്ചു. ശ്രീ ജയചന്ദ്ര രാജിനെ വെല്ലുവിളിച്ചു. കാരണം ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ മാത്രമുള്ള ഈ സ്ഥലം അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിരുന്നു. ജ്യോതിഷിയായ ശ്രീ ജയചന്ദ്ര രാജ് ഇന്ത്യൻ ജ്യോതിഷം ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു ശാസ്ത്രമാണെന്ന് വാദിച്ചു. അതേ രാത്രിയിൽ തന്നെ ഈ സ്ഥലം അന്വേഷിക്കാൻ പുറപ്പെട്ടു. ശ്രീ വിശ്വനാഥൻ നായർ, ഡോ. ബാജിസേൻ, ശ്രീമതി ശ്രീ GS നായർ, പ്രൊഫ്. കേശവകുമാർ, ശ്രീ പ്രഭാകരൻ എന്നിവരടങ്ങുന്ന സംഘം അതേ രാത്രിയിൽ ക്ഷേത്രപരിസരം കണ്ടെത്താൻ തീരുമാനിച്ചു. രാത്രി ഏകദേശം 8:30 ഓടെയാണ് അവർ ക്ഷേത്രം അന്വേഷിച്ചു പുറപ്പെട്ടത്. ജ്യോതിഷത്തിലുള്ള തന്റെ ആഴമേറിയ അറിവ് കണക്കിലെടുത്ത് ജ്യോതിഷ സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ആ സമയത്ത് ജ്യോതിഷ നിർദ്ദേശാംഗങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ഡ്രൈവർക്ക് തിരിവ് ദിശകൾ കാണിച്ചു. റോഡിൽ ഒരു 4 കവല വരെ ചിങ്ങരാശിയിൽ നീങ്ങാൻ തുടങ്ങാനും തുടർന്ന് വലത്തേക്ക് കന്നിരാശിയിലേക്ക് തിരിയാനും അദ്ദേഹം ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. 4 കവലയിൽ നിന്ന് 1 കിലോമീറ്റർ വെള്ളച്ചാട്ടം കണ്ടെത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അവർ പ്രതീക്ഷിച്ച സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഇടതൂർന്ന വനമായിരുന്നു, അതും കടുത്ത ഇരുട്ടിൽ. പാമ്പുകളോ മറ്റ് അപകടങ്ങളോ ഇല്ലാതെ പാത തിരിച്ചറിയാനും ഇടതൂർന്ന വനത്തിലൂടെ സംഘത്തെ നയിക്കാനും ശ്രീ ജയചന്ദ്ര രാജ് വീണ്ടും തന്റെ ജ്യോതിഷ ശക്തികൾ ഉപയോഗിച്ചു. രാത്രി 10:20 പര്യവേക്ഷണ സംഘം വെള്ളച്ചാട്ടത്തിലെത്തി. 18 പടികളും ആൽമരവും മാർക്കോസിന്റെ വീടിന്റെ സ്ഥാനവും അദ്ദേഹം കൂടെയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. ജ്യോതിഷ സൂചനകളെ അടിസ്ഥാനമാക്കി അത്തരമൊരു സ്ഥലം 9.410 കണ്ടെത്തിയതിൽ മുഴുവൻ സംഘവും അത്ഭുതപ്പെട്ടു. 3 ആഴ്ച കഴിഞ്ഞ് മകരവിളക്കിന് തൊട്ടുമുമ്പുള്ള ഒരു വെള്ളിയാഴ്ച ശ്രീ ജയചന്ദ്ര രാജ് തന്റെ അനുയായികളോടൊപ്പം ഈ സ്ഥലത്തേക്ക് പോയി. വൈകുന്നേരം 6:00 മണിക്ക് ശേഷം 1 മിനിറ്റിൽ ശ്രീ ആദിപരാശക്തിയുടെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കാൻ ഒരു പുണ്യ നെയ്യ് വിളക്ക് കത്തിച്ചു.
അക്കാലത്തെ ജ്യോതിഷ നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഈ സ്ഥലത്തിന് ചുറ്റും നിരവധി ബിസിനസ് യൂണിറ്റുകൾ രൂപപ്പെടുമെന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ ക്ഷേത്രത്താൽ രക്ഷിക്കപ്പെടുമെന്നും ശ്രീ ജയചന്ദ്ര രാജ് പ്രഖ്യാപിച്ചു. 2006 ജനുവരിയിൽ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തുള്ള ശ്രീരാമദാസ് ആശ്രമത്തിലെ മഹാനായ സന്യാസി സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ പഞ്ചതീർത്ഥ ക്ഷേത്രം സന്ദർശിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു ക്ഷേത്രമായിരുന്നുവെന്ന് സ്വാമിജി തന്റെ ദിവ്യ ദർശനത്തിലൂടെ വെളിപ്പെടുത്തി. ദേവന്മാർ പൂക്കുല ഉപയോഗിച്ച് ദേവിക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു, ഇപ്പോഴും ചെയ്യുന്നു. കാലാകാലങ്ങളിൽ സംഭവിക്കുന്നതുപോലെ ക്ഷേത്രം ക്ഷയിച്ചു. പഞ്ചപാണ്ഡവരുടെ സന്ദർശന വേളയിൽ ഭഗവാൻ കൃഷ്ണൻ വീണ്ടും ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആ നാഗരികതയും ക്ഷയിച്ചു. ഈ മൂന്നാമത്തെ പുനരുജ്ജീവനത്തോടെ ഈ ക്ഷേത്രം വീണ്ടും പ്രാധാന്യത്തിലേക്ക് വരും. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയവും പ്രത്യാശയുമാകും. എല്ലാ വെള്ളിയാഴ്ചയും ശ്രീ ജയചന്ദ്രരാജ് ഈ ക്ഷേത്രത്തിലെത്തി തന്റെ ഭക്തർക്ക് ജ്യോതിഷപരമായ കണ്ടെത്തലുകൾ നടത്തുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഈ ആഴമേറിയ വനപ്രദേശത്തുള്ള ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എണ്ണമറ്റ ഭക്തർ ലോകമെമ്പാടും സഞ്ചരിക്കുന്നു. ഇപ്പോഴും നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിലും അയൽക്കാരനായ പൂവൻ പാറമലയിലൂടെ ശിവന്റെയും പഞ്ചപാണ്ഡവന്മാരിലൂടെ വിഷ്ണുവിന്റെയും സാന്നിധ്യം ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നു. പഞ്ചപാണ്ഡവന്മാരെ അവരുടെ ശൂന്യാഗ്നത്തിൽ സംരക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും ശക്തിയായ ദേവതയായ ആദിപരാശക്തിയുടെ സാന്നിധ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം വനങ്ങളിലൂടെയുള്ള വേദനാജനകമായ യാത്രയിലൂടെ ഈ ദിവ്യ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന നൂറുകണക്കിന് ഭക്തർക്ക് ആശ്വാസം നൽകുന്നു. എരുമേലിക്ക് തെക്ക് ഇപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന മനോഹരമായ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.